ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ SC/ST വിദ്യാർത്ഥികൾക്ക് പഠന സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പഠനസഹായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ നിർവഹിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. SC/ST വിദ്യാർത്ഥികൾക്കുള്ള പഠന ഉപകരണ വിതരണ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ പഞ്ചായത്ത് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന് എല്ലാവിധ പിന്തുണയും നൽകി വരികയാണ്. അവരുടെ ജീവിത പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിന്, അവരുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും വളരെയധികം പ്രാധാന്യം കൊടുത്ത് പദ്ധതി നടപ്പിലാക്കി വരുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണ്. മറ്റ് പല കുട്ടികൾക്കും വീട്ടിൽ സ്വന്തമായിട്ട് പഠന ഉപകരണങ്ങളില്ലാത്ത, വാങ്ങാൻ കഴിയാത്ത അവസ്ഥകളുണ്ട്. അതിന് പരിഹാരം കാണുക. അത് മറ്റു പദ്ധതികളോടൊപ്പം തന്നെ ഇതും വളരെ പ്രാധാന്യത്തോടെയാണ് പഞ്ചായത്ത് കണ്ടുവരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ഏർപ്പെടുത്തിയത്. അതിൻ്റെ വിതരണ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഉന്നമനം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ 3-4 പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നു. ഒന്ന്, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ്. അത് +2-ന് ശേഷം പഠിക്കുന്ന ഡിഗ്രി പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് നൽകിയിരുന്നു. ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 2 വിഭാഗത്തിലും പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതി നടപ്പിലാക്കി. ആ 2 പദ്ധതികളുടെയും വിതരണം 24-25 വർഷത്തെ പദ്ധതികളുടെ വിതരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി കഴിഞ്ഞു. ഇത് 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ നിന്നാണ് നിങ്ങൾക്ക് ലംസം ഗ്രാൻഡ് എന്നുള്ള നിലയിൽ സ്കോളർഷിപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പഠനസഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുക എന്നുള്ള ഒരു പ്രൊജക്റ്റാണ്. അത് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം പട്ടികജാതി വിഭാഗക്കാർക്ക് ഒരു കുട്ടിക്ക് 5000 രൂപ വരെ വിലയുള്ളതും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 6000 രൂപ വിലയുള്ളതുമായ പഠനോപരി, മേശ, കസേര തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ നമ്മൾ ഉള്ള പൈസ കൊണ്ട് ടെൻഡർ വിളിച്ച് കിട്ടിയ നമ്പറിനെ ഈ തോതിൽ തന്നെ വീതം വെച്ചിട്ട് 6000 രൂപയ്ക്കുള്ളതിന് അതിന് കണക്കായിട്ട് ആളുകളെ തിരഞ്ഞെടുത്തു. 5000 രൂപയ്ക്കുള്ളത് അതിന് കണക്കായിട്ട് ആളുകളെ തിരഞ്ഞെടുത്തു. ഇനി ഈ വർഷവും പഠന സഹായ ഉപകരണങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ് ഉണ്ട്. അത് ഈ വർഷം കിട്ടിയവരിനി അപേക്ഷിക്കേണ്ടതില്ല. ഈ വർഷം കിട്ടാത്ത ആളുകൾക്ക് ഗ്രാമസഭ അടുത്തതോ 1-2 ഗ്രാമസഭ കഴിഞ്ഞു, 3 ഗ്രാമസഭ കഴിഞ്ഞത്. ഇനി മറ്റ് സ്ഥലങ്ങളിലൊക്കെ, മറ്റു വാർഡുകളിലൊക്കെ ഗ്രാമസഭ വരുന്നുണ്ട്. ഗ്രാമസഭയ്ക്ക് മുമ്പുള്ള ഊരുകൂട്ടവും അയൽസഭയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അപേക്ഷാ ഫോറം വാങ്ങി വേറെ കുട്ടികളുണ്ടെങ്കിൽ വേണ്ടിയിട്ടുള്ള വേറെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം നിങ്ങൾ ഉപയോഗിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ആരെയും വിളിക്കുന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ ഗുണഭോക്താക്കളായ കുട്ടികൾ അവർക്ക് ലഭിച്ച ഈ പഠനോപകരണം ഉപയോഗിച്ച് അവരുടെ പഠനം മെച്ചപ്പെടുത്തുകയും കൂടുതൽ നല്ല മിടുക്കരായി പഠിച്ചു വളരുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ചടങ്ങിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. NABH pre-entry level accredited and ISO certified hospital. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ഫോൺ 9400 062 912.